മുഖ്യമന്ത്രി വന്ന് സെപ്റ്റംബറിൽ ഉദ്ഘാടനം ചെയ്തു. ബഹുമാന്യനായ മേയർ അനിൽകുമാർ സാറ് പറഞ്ഞ് അത്രയും നല്ലൊരു ലൊക്കേഷനാണ്, ഇവിടുന്ന് പോകാൻ തോന്നല്ല, കൊച്ചിയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. അപ്പൊ താമസമായി തന്നെയാണ് ജനങ്ങൾ കരുതിയത്. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. ഇത് ആർക്കും തന്നില്ല, ഒരു മാർഗില്ല. വാടക എല്ലാം കൊടുത്ത് നശിഞ്ഞ ആൾക്കാരാണ് ഇതെല്ലാം. ഈ ഇലക്ഷനെ ഭവനരഹിതരില്ലാത്ത കേരളമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ അതിവേഗം മുന്നേറുകയാണ്. ആ മുന്നേറ്റത്തിനു പകിട്ടേറ്റുന്ന മനോഹരമായ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇന്ന് കൊച്ചിയിൽ നടന്നത്. തുരുത്തിയിൽ നിർമ്മിച്ച ഇരട്ട ഭവന സമുച്ചയങ്ങൾ 394 കുടുംബങ്ങൾക്ക് സമർപ്പിച്ചു. ഈ ഭവന സമുച്ചയങ്ങൾ രാജ്യത്തിന് മുന്നിൽ കേരള മാതൃകയായി തല ഉയർത്തി നിൽക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ FB പോസ്റ്റിൽ ഇപ്പോഴും ഈ വരികൾ കിടക്കുന്നുണ്ട്. 2025 സെപ്റ്റംബർ 27 നടന്ന ഉദ്ഘാടന വേദിയിൽ അർഹരായ എല്ലാവരും പുതിയ വീടുകളിലേക്ക് പ്രവേശിക്കും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. പക്ഷേ ആ പ്രഖ്യാപനത്തിന് 3 മാസം പിന്നിട്ടിട്ടും അർഹതപ്പെട്ട നിരവധി കുടുംബങ്ങൾക്ക് 2025 ഡിസംബർ 27 വരെ വീടുകൾ കൈമാറിയിട്ടില്ല. വീടുകൾ കൈമാറാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ഉദ്ഘാടന വേദിയിലെ വാക്കുകളും ഭൂമിയിലെ യാഥാർത്ഥ്യവും തമ്മിലുള്ള ഈ വലിയ അന്തരമാണ് ഗുണഭോക്താക്കളുടെ പ്രതിഷേധത്തിന് കാരണം. വാടക വീടുകളിലും അപകടാവസ്ഥയിലുള്ള കുടിലുകളിലും ജീവിക്കുന്നവർ ചോദിക്കുന്നു, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എപ്പോൾ യാഥാർത്ഥ്യമാകും? ഇവിടെ ഒരു സംശയം ഉയരുന്നു. ഈ ഉദ്ഘാടനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നില്ലേ? വാക്കുകൾ മാത്രം പറഞ്ഞ് വോട്ടുകൾ നേടാനുള്ള ഒരു രാഷ്ട്രീയ നാടകമായിരുന്നോ ഇത്? ഇനി വീടുകൾ കൈമാറുക നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പാകുമോ? കർണാടകത്തെ ബുൾഡോസർ രാജി എന്ന് വിളിച്ച് അവിടുത്തെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്ന മുഖ്യമന്ത്രിയും CPM-ഉം ആദ്യം ശ്രദ്ധിക്കേണ്ടത് മുകളിൽ പറഞ്ഞ കാര്യങ്ങളിലാണ്. കേരളത്തിലെ കണ്ണിലെ കുന്തമെടുത്തിട്ട് പോരെ കർണാടകത്തിന്റെ കണ്ണിലെ കരടെടുക്കാൻ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? 394 കുടുംബങ്ങൾ ഇന്നു മുതൽ അടച്ചുറപ്പുള്ള സ്വന്തം വാസസ്ഥലത്ത് താമസിക്കാൻ പോവുകയാണ്. അന്ന് വാസയോഗ്യമാക്കി കൊടുക്കുന്നുള്ള രീതിയിലാണ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞത്. പക്ഷെ ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇന്ന് കിട്ടുന്ന ആളെ കിട്ടും, ഇതിപ്പോ 3 മാസം കഴിയണമെന്നാണ് പറഞ്ഞത്. ഇതിനു വേണ്ടി നടന്ന് മതിയായിരിക്കണേ. പാവപ്പെട്ടവനെ ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി വന്ന് സെപ്റ്റംബറിൽ ഉദ്ഘാടനം ചെയ്തു. ബഹുമാന്യനായ മേയർ അനിൽകുമാർ സാറ് പറഞ്ഞ് അത്രയും നല്ലൊരു ലൊക്കേഷനാണ്, ഇവിടുന്ന് പോകാൻ തോന്നല്ല, കൊച്ചിയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. അപ്പൊ താമസമായി തന്നെയാണ് ജനങ്ങൾ കരുതിയത്. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. ഇത് ആർക്കും തന്നില്ല, ഒരു മാർഗില്ല. വാടക എല്ലാം കൊടുത്ത് നശിഞ്ഞ ആൾക്കാരാണ് ഇതെല്ലാം. ഈ ഇലക്ഷന്റെ കോർപ്പറേഷൻ ഇലക്ഷന്റെ ഇതാണ് ചെയ്തേക്കണപ്പോ. പിന്നെ എന്തിന്റെ പേരിൽ ഈ പദ്ധതി ഇവിടെ കെട്ടിപ്പൊക്കി കഴിഞ്ഞിട്ട് താക്കോൽദാനം കൊടുക്കാണ്ട് പിന്നെ എന്തിനാണ് ഈ ഒരു സംഭവം? ജനങ്ങൾ സത്യം എന്താണെന്നറിയണം. ഇത് വെച്ചുണ്ടാക്കുന്ന മുതലെടുപ്പ് ഇനി മുതലെടുക്കാൻ പാടില്ല. വർഷം 15 ആവണം ഇത് വെച്ചുണ്ടാക്കിയ മുതലെടുപ്പ്.